എഞ്ചിനീയറിനോട് പറഞ്ഞ് സാറിനെ കണ്ടിട്ട് എന്താ വെച്ചാൽ ചെയ്താൽ മതി, ഒക്കെ ശരിയാക്കി തരും എന്ന് പറഞ്ഞാണ്. അയാൾ അതൊക്കെ പറയുന്നു. അല്ല അതിന് വലിയ കാര്യമില്ല. അല്ല സാറ് കൈക്കൂലി മേടിക്കും. സാറേ എന്റെ വീടിന്റെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. അതെ, നിങ്ങളുടെ വീടിന്റെ കാര്യമല്ലല്ലോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ വിഷയം സംസാരിക്കല്ലേ? അല്ല ഒരുപാട് പ്രാവശ്യമായി ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതിനെ പറ്റി. താഴെ പുറത്ത് പോയി ഇടും, ഇവിടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ, അത് കഴിയട്ടെ, അത് പോ. സാറേ അത് എനിക്ക് അറിയണം, അതുകൊണ്ടാണ്. തനിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പുറത്തേക്ക് പോ. ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ സംഗതി എന്തൊക്കെ പറഞ്ഞാലും സാറ് കൈക്കൂലി മേടിക്കും എന്നോട് പറഞ്ഞിരുന്നല്ലോ. വാങ്ങിക്കും, കൈക്കൂലി വാങ്ങിക്കും. ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് വന്നേക്കണേ. അതെ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നും ഈ ബാഗിൽ നിറയെ പൈസയാണെന്ന് എനിക്കറിയാം. അതാണ് ഞാൻ പക്ഷേ എഞ്ചിനീയർ പറഞ്ഞ കൂട്ടത്തിലേ മുഴുവൻ കാര്യങ്ങൾ എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ടാവില്ല. അതായത് പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മനസ്സിലായില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് പിന്നെ നിങ്ങൾ അടുത്ത പോയി വരുന്ന സമയത്ത് ഈ നമ്പർ തരാൻ പറ്റും. എന്താ സാറേ നിങ്ങൾ വലപ്പിക്കരുത്, നിങ്ങളൊക്കെ റെഡിയാക്കി തരും എന്നുള്ള നിലപാടിലാണ് ഞാൻ ഇപ്പൊ ഈ അതിനുള്ള തയ്യാറെടുപ്പിൽ വന്നേക്കണം. ഇനി ഇടങ്ങറാക്കരുത്, ഒരാഴ്ചത്തെ ലീവുള്ള ഞാൻ പറഞ്ഞില്ലേ. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു പേപ്പർ ഒരു കണക്കേ, അപ്പൊ അതൊന്ന് നോക്ക്, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യും. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു പേപ്പർ ഒരു കണക്കേ, അപ്പൊ അതൊന്ന് നോക്ക്, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യും. കൊറേ കണക്കൊക്കെ അതായത് 72 ലക്ഷം രൂപ ഇതൊരു വർഷം മുമ്പ് നിങ്ങൾ അവിടെ വാങ്ങിയിട്ടുള്ള സ്ഥലത്തിന്റെ വില. അത് ശരിയാണ്. ഈ 36 ലക്ഷം രൂപ നിങ്ങൾ അവിടെ പണിത വില്ലയുടെ വില. ഇപ്പൊ പണിയാണ്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആകെ 1,08,00,000 രൂപ. ഇത്ര കായ് ചെലവാക്കി ഞാൻ അവിടെ. അപ്പോ ആ 1,08,00,000 രൂപയുടെ 1% കമ്മീഷൻ, അതായത് 1,08,000 രൂപ. എന്താണ് 8,000 രൂപ നിങ്ങൾ എനിക്ക് തന്നാൽ ഞാൻ നമ്പര് നാളെ തന്നെ തരും. മനസ്സിലായില്ല എന്താ സാർ ഉദ്ദേശിക്കുന്നത്? 1,08,00,000 രൂപയുടെ 1% കമ്മീഷൻ, അതാണ് 1,08,000 രൂപ. ഈ പൈസ നിങ്ങൾ എനിക്ക് തരാനുള്ളതാണ്, അത് തന്നാൽ നമ്പര് തരും. 1,08,000 രൂപ എന്തിനാ തരുന്നത്? 1,08,000 രൂപ. 1,08,000 രൂപ 1% കുറഞ്ഞ ഒരു കേസ് ഞാൻ എടുക്കാറില്ല അവിടെ. അതിന് സാറ് ഇതിപ്പോ ശതമാനം കണക്ക്, ഇതിപ്പോ സാറ് ഇതിന്റെ ബ്രോക്കറൊന്നല്ലല്ലോ. ഞാൻ ബ്രോക്കറാണ്, അടിസ്ഥാനപരമായിട്ട് ഞാനൊരു ബ്രോക്കറാണ്. ഞാൻ ഈ ജോലി കൂടി ചെയ്യുന്നു. ഈ സ്ഥലം ഇപ്പൊ സാർക്ക് എടുത്താന്നല്ലോ സാർ. എന്താ അതായത് ഈ പള്ളിപ്പുറം ബീച്ച് എന്ന് പറയുന്ന സ്ഥലം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. അതൊക്കെ അറിയണോണ്ട് തന്നെയല്ലേ സാറപ്പ ഞാൻ എന്റെ സ്ഥലം ഇപ്പൊ അവിടെ മേടിച്ചിട്ടേക്കണേ. പക്ഷെ ഈ പ്രദേശത്തിന്റെ വളർച്ചയും വികസനവും ഒക്കെ ഗവൺമെന്റിനും പുറം നാട്ടുകാർക്കും അറിയാം. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അറിയില്ല. അവരെന്തെങ്കിലും പ്രശ്നമായിട്ട് വരുമ്പോ അവരോട് പറഞ്ഞു നിൽക്കണ്ടേ, അതിനൊരു സമാധാനം നമ്മൾ കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഈ 1% കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ നമ്പർ നിങ്ങൾക്ക് നാളെ തരും, അല്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടെന്നുള്ള ആലോചിക്കണം. തരാൻ പറ്റാണ്ടല്ല, അതല്ല ഇപ്പൊ പറയണത്. എന്നാലും 1,80,000 ഉറുപ്പ്യൊക്കെ 8,000 ഉറുപ്പ്യ എന്നൊക്കെ പറയുമ്പോ സാറേ അത് ഒരു 0.5% ആയിട്ട് അങ്ങനെ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ 1% കുറഞ്ഞ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. തരന്നെ തരല്ല, അപ്പൊ ഇക്ക് ലീവില്ലല്ലോ. ബാഗ് തുറക്കാൻ വരട്ടെ. ഇന്ന് എന്റെ ബാഗ് തുറക്കാൻ പണ്ട് അമ്മ കിട്ടിയിട്ടുണ്ട്. അതെ, ഇയാൾക്ക് എന്താ കാര്യം? ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പാട് പാപ്പാ. കൈക്കൂലി കൊടുക്കുന്നവനും വാങ്ങുന്നവനും കൊടുക്കും, അതറിയാമോ? ഇയാൾക്ക് എന്താ കാര്യം? ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞില്ല, പുറത്തേക്ക്. സാറ് പറഞ്ഞ ആളിനെ കൊണ്ട് പ്ലാൻ വരപ്പിച്ചു. സാർ അത് അപ്രൂവ് ചെയ്ത് സമ്മതിച്ചു. വീട് പണിക്ക് കോൺട്രാക്ടും കൊടുത്ത് 4 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്ത്. എന്നിട്ട് ആവശ്യം 2 ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതൊക്കെ താൻ എന്നോട് പറയുന്നതിന് പിന്നെ ഞാൻ ആരോട് പറയും? ഇന്നോട് പറയും. എന്നോട് പറഞ്ഞു ഇവരറിയും ഞാൻ എന്റെ കാര്യം എന്താ ഉണ്ട് അറിയേണ്ടതാണ്. എന്റെ പേരെന്തോന്ന്? മഹേഷ്. അവനെ വിളിക്കുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഐ വിൽ കം, ഡോണ്ട് വറി. അവന്റെ ഒരു ഇംഗ്ലീഷ്. ഇതൊക്കെ താൻ അയാളോട് പറയണോ, എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എടോ, ഞാൻ തനിക്കൊരു നല്ല കാര്യം വന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതല്ലേ. ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അയ്യോ എനിക്ക് നല്ല കാര്യം വരട്ടെ. ഇതൊരു ഓഫീസാണ്, അതും സർക്കാർ ഓഫീസ്. ഇവിടെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. നാളെ എന്റെ വീടിന്റെ പണി തുടങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ ഓഫീസിനകത്ത് കുത്തിയിരിക്കും. സാറിന് കേൾക്കണം, നാളെ പണി തുടങ്ങിയില്ലെങ്കിൽ എന്റെ വീടിന്റെ പുറത്ത് കിടന്നാണ് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞത്. എന്തൊരു ശല്യമാണെന്ന് നോക്കണേ ഇത്.
കൈക്കൂലി കൊടുത്ത് കമ്പനി മേടിച്ചാൽ നിങ്ങൾ ഞാൻ അകത്താക്കും. എന്തിന്? ഒന്നുകിൽ എന്റെ പണി തുടങ്ങണം, വീടിന്റെ പണി തുടങ്ങണം, ഇല്ലെങ്കിൽ കൊടുത്ത അഡ്വാൻസ് എനിക്ക് തിരിച്ചു കിട്ടണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യണോ? ഇല്ലെങ്കിൽ സാറിനെ അകത്താക്കും, സാറിനെ അകത്താക്കും. ഇയാൾ ഇന്റെ നെഞ്ഞത്തേക്ക് കാരണം എന്തിനാ? ഞാൻ എന്ത് ചെയ്യുന്നാണോ ഈ പറയുന്നത്? കാണണോ? എന്നാ കാണിക്കണോ? ഞാൻ ഇപ്പൊ വിളിക്കും പോലീസിനെ. വിളിക്ക് സാറേ. ഇത് എന്റെ ഫോണാണ്. തന്റെ ഫോൺ താൻ കയ്യിൽ വെച്ചോ, ഞാൻ ഇതിന് വിളിക്കും. ഇത് ഞാൻ ഇവിടെ വച്ചിട്ട് പോയി വെറുതെ അല്ല. ഇതിൽ ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതില് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കേട്ടോ? സംഗതി എന്തൊക്കെ പറഞ്ഞാലും സാറ് കൈക്കൂലി പറഞ്ഞല്ലോ. തീറ്റക്കൂല്ലാന്ന് പറഞ്ഞ എന്താ പിന്നെ ചെയ്യാ? സാറ് ആകെ പ്രശ്നമാവും കേട്ടോ.